തൃശൂരിൽ ബി.ജെ.പി കിറ്റും പണവും ഒഴുക്കിയെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉന്നതികളിൽ ബി.ജെ.പി പണം വിതരണം ചെയ്തു. ബി.ജെ.പി സ്വീകരിച്ച നടപടികൾ അവർക്ക് തിരിച്ചടിയാകും. കോൺഗ്രസ് വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തൃശൂരിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? എന്നോടൊപ്പം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉണ്ട്. എത്ര സീറ്റുകൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ ഈ പ്രാവശ്യം ജില്ലയിൽ അട്ടിമറി വിജയം ഉണ്ടാവും. പത്രമാധ്യമങ്ങളും പലരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു വെച്ചതിൻ്റെ അപ്പുറത്ത് വലിയ വിജയം UDFന് ഈ ജില്ലയിലുണ്ടാകും. ഒരു ഫിഗർ പറയാൻ ധൈര്യക്കുറവായിട്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണക്കൂട്ടലനുസരിച്ച് നല്ലൊരു വിജയം തന്നെയാണ്. ഞാനൊരു നമ്പറായിട്ട് പറയുന്നില്ല. എല്ലാ സീറ്റുകളിലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷം LDFന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് വോട്ടിംഗ് പാറ്റേണിൽ. അത് ഈ പ്രാവശ്യം UDFന് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ അവരുടെയൊക്കെ മേൽക്കോയ്മയുള്ള കുന്നംകുളം, പുതുക്കാട്, കയ്പമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മിറാക്കിൾ സംഭവിക്കും. ഈ ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂർ നാട്ടിക മണലൂരിലെ BJP അനുവർത്തിച്ച ചില ശൈലികളുണ്ട്. കിറ്റ് കൊടുക്കുക, പൈസ കൊടുക്കുക, ഉന്നതികളിലൊക്കെ പൈസ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു കൾച്ചർ തൃശ്ശൂരിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ജനാധിപത്യ വിശ്വാസികൾ അത് സ്വീകരിക്കില്ല. അത് BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. സോറി ഫിഗറായി മാറും അവർ ഈ തെരഞ്ഞെടുപ്പിൽ, സംശയമില്ല. അതുകൊണ്ട് തൃശ്ശൂർ മണലൂരൊന്നും ഞങ്ങൾക്കൊരു ആശങ്കയില്ല. നാട്ടിയെ സംബന്ധിച്ച് ഇടതുപക്ഷ MLA ആയിരുന്ന CC മുകുന്ദൻ BJPയിൽ പോയത് അവർക്ക് ഇടതുപക്ഷത്തിന് ഭയങ്കര തിരിച്ചടിയായിട്ടുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷ സഹയാത്രികർ അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു വ്യക്തിയെ BJP എടുത്തോടുകൂടി BJP അനുഭാവികൾ പോലും ഞങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് നാട്ടിക ഞങ്ങൾക്കൊരു സംശയമില്ല. ഒന്നുകൂടി ചോദിക്കുന്നു, നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ ഒരു ഫിഗർ പറയാൻ പറ്റുമോ? അല്ല, ഫിഗറിലേക്ക് ഞാൻ എത്തുന്നില്ല. ജില്ലയിലെ ഓരോ സീറ്റും ഞങ്ങൾക്ക് ഇങ്ങനെ അസസ് ചെയ്യുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. കുറേ വോട്ടുകളുടെ സഹായങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സഹായങ്ങൾ മുഴുവൻ ഈ പ്രാവശ്യം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരായാലും ഒക്കെ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വർക്കൗട്ട് ചെയ്യും. ചാലക്കുടി, അതുപോലെ ഒല്ലൂർ, തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുടയൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തീർച്ചയായും വലിയൊരു വിജയത്തിലേക്ക് ഞങ്ങൾ പോകും. ഒരു വമ്പൻ തിരിച്ചുവരവ് ജില്ലയിൽ UDF നടത്തുമെന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. വളരെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.